ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ. ഞാൻ എൻ്റെ വണ്ടിക്ക് നോർമൽ സ്റ്റിയറിംഗ് വീല് മാറ്റിയിട്ട് വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീല് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീല്. അപ്പോൾ വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീല് പിടിപ്പിക്കുമ്പോൾ ഏറ്റവും ഞാനത് കയറ്റി വെച്ചു. ഈ കാണാണ് വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഏറ്റവും അത് കയറ്റി വെച്ചിട്ട് ഒന്ന് തിരിച്ചു. കാരണം ആ സ്റ്റിയറിംഗ് വീലിന് കുറച്ച് വലിപ്പ വ്യത്യാസമുണ്ട്. അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കുറച്ച് നേരം തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് അവിടെ പതിയും. അവിടെ ലോഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ മാർക്ക് പതിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു കത്തി വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വലിപ്പം കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ആ മാർക്ക് അല്ലെങ്കിൽ നമുക്ക് വരച്ചെടുക്കാൻ എളുപ്പമില്ല. അപ്പോൾ ആ സാധനം വെച്ചിട്ടൊന്ന് കറക്കുക. സ്റ്റിയറിംഗ് വീൽ എങ്ങനെ അഴിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ എങ്ങനെ അഴിച്ചെടുക്കാമെന്ന് കിട്ടും. എന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് നമുക്കിത് ഈ ഭാഗം അരിഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം കെട്ടിയോളെ നമ്മൾ ആ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തു കേട്ടോ. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് പക്കാക്കി. എന്നിട്ട് ആ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കുക. ഉറച്ചിലുണ്ടെങ്കിൽ ആ ഉറച്ചിലും എവിടെ തടണമെന്ന് വെച്ചാൽ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ സാധനത്തിൻ്റെ ഈ രണ്ട് സ്റ്റിയറിംഗ് വീല് ഞാനിവിടെ എടുത്ത് വയ്ക്കാം. ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഈ വണ്ടിയുടെ ഈ ഹോൺ പാഡും ഹോണിൻ്റെ ബാക്കിൽ വരുന്നതും ഇതും തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പില് ഈ ഹോൺ പാഡ് ഇത് നേരിട്ട് ഇത് ഇറക്കി കഴിഞ്ഞു വെച്ചിങ്ങനെ ഈ സാധനം ഇതുമ്പോൾ ഈ ഭാഗത്ത് തട്ടില്ല. ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഈ പ്ലാസ്റ്റിക്കുമേ തട്ടി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിങ്ങനെ ഈ സാധനം പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ടിസ്റ്റ് ചെയ്യണം. അതായത് ഇത് ഇങ്ങോട്ട് ഈ സ്റ്റഡി ഈ ബോൾട്ടനോട് അടുത്ത് നിൽക്കാവും ഇത് ചെയ്തിട്ടുണ്ടാവുക. അതൊന്ന് ഇങ്ങോട്ട് ടിസ്റ്റ് ചെയ്യണം. ഒന്ന് ഇങ്ങോട്ട് ബലം പിടിച്ചിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിസ്റ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടെ വന്നിട്ട് തട്ടും. അപ്പോഴാണ് ഹോൺ അടിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കേസ് അതിലുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവാനായിട്ട് മാരുതി 800 ഒരു സെറ്റപ്പ് ഇതാണ്. കണ്ടോ, ഇത് കണ്ടോ, അത് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതിനെ ഓൾറെഡി ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവാനുള്ള സെറ്റപ്പ് ഇവിടെ 2 ഹോളുണ്ട്. ഈ ഹോളിലേക്ക് നമ്മൾ ഒരു ഇതേപോലത്തെ 2 റാഡ് വെച്ചിട്ട് ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റാഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യണം. മനസ്സിലായ? ഒരു റാഡോ പൈപ്പോ എന്തെങ്കിലും വെച്ചെങ്കിൽ അത് ഒരു റോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യണം. ആ വെൽഡ് ചെയ്തതിന് ശേഷം പിടിപ്പിച്ചാൽ മാത്രമാണ് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവുള്ളൂ. കാരണം ഈ സാധനം വന്നിട്ട് ഈ കട്ട് ഓഫിൻ്റെ ഇത് ഇവിടെ തട്ടുമ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരട്ടാ. ഈ സാധനം വന്നിട്ട് ഇവിടുന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് ഇങ്ങോട്ടോ തട്ടണം. ആ 2 ഇത് വന്നിട്ട് എന്നാലാണ് ഇത് കട്ട് ഓഫ് ഓട്ടോമാറ്റിക് ആവുള്ളൂ. ഇതിപ്പോൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഭാഗത്ത് ഈ 2 ഭാഗത്ത് 2 റോഡ് വെച്ചിട്ട് ഒരു ഈ നീളത്തിൽ ഈ വലിപ്പത്തിൽ നീളത്തിലുള്ള റോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യണം. ആ റോഡ് ഇതുമൊന്നും ഊരിയിട്ട് അതും ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വലിപ്പ വ്യത്യാസം ഉണ്ട്. കണ്ട, ഈ റോഡിൻ്റെ വലിപ്പം കണ്ട, ഈ റോഡിൻ്റെ ആ ഹോള് കണ്ട. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കട്ട് ഓഫ് ആവും. അതല്ലെങ്കിൽ കട്ട് ഓഫ് ആവില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വൃത്തിയിൽ ചെയ്യണം വെച്ചെങ്കിൽ കട്ട് ഓഫ് ആവുക തന്നെ വേണം. അപ്പോൾ അത് ഇടുക. ഇനി ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മച്ചാമാരത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് നമുക്കൊരു കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ കിട്ടി. കണ്ട, ഈ ഹൈറ്റ് കൂടുതൽ കുറച്ചുകൂടി ഇങ്ങോട്ട് ഹൈറ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഒന്ന് ചെസ്റ്റിലേക്ക് ഇങ്ങോട്ട് കുറച്ചും കൂടി കയറിയിരിക്കും. ആര് ചേട്ടൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇത് ഇവിടെ നിൽക്കണം ചെയ്ത് കുറച്ചും കൂടി കയറിയിരിക്കും. പിന്നെ കാണാനും കുറച്ച് ലുക്കാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. കോളം വലിപ്പമൊക്കെ സെയിമാണ് കണ്ട, പക്ഷെ കുറച്ചുകൂടി ലുക്കായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. അപ്പോൾ ഈ സാധനം സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയതാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീലും മാരുതി 800 ഫിറ്റ് ചെയ്യുക. ഒരു സാധനം മാറ്റേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് നേരത്തെ പണി അധ്വാനം കാണാൻ കുറച്ചുകൂടി സ്പോട്ടിൽ ലുക്കാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കവറൊക്കെ മേടിച്ചിടണം. എൻ്റെ ആ സ്റ്റിയറിംഗ് വീലിൻ്റെ കവർ തൽക്കാലം ഇടാൻ പോവാണ്. ഗഡികളെ കണ്ടോട്ടാ, മാരുതി 800 വാഗണറിൻ്റെ സ്റ്റിയറിംഗ് വീൽ കവർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടോ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ശരി എന്ന് വെച്ചിങ്ങനെ.